ഹായ് ഹലോ നമസ്കാരം. ഞാൻ ദിലീപ്. ഇന്ന് നിങ്ങളുടെ ആദ്യം ഒരു കാര്യം പറയട്ടെ. വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഒരു ലൈക്ക്, ഒരു കമൻറ്റ് അത് രേഖപ്പെടുത്തും. നിങ്ങളത് കണ്ട് വെറുതെ പോകാതെ കാണുന്ന വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചായക്കൊരു കടി ഉണ്ടാക്കാം, ചായക്കൊരു സ്നാക്സ് നമുക്ക് റെഡിയാക്കാം എന്നുള്ളതിൻ്റെ ഉറപ്പിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ പോയി കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, ലേശം മഞ്ഞൾപ്പൊടി. ഇനി ലേശം മുളക് പൊടി, അതും ഒരുപാടൊന്നും ചേർക്കരുത്, ലേശം മുളക് പൊടി. ഒരുപാട് സ്പൈസിയുടെ ആവശ്യമൊന്നുമില്ല, കാര്യം നമ്മൾ ചെയ്യുന്നതേ സ്പൈസിയാണ്. കുറച്ച് ഉപ്പ്. ഇനി മൈദമാവാണ് കുറച്ച് മൈദമാവ്. ആവശ്യം നമ്മളെ ക്വാണ്ടിറ്റി അനുസരിച്ച്, നമുക്ക് എത്ര ക്വാണ്ടിറ്റി സാധനം ഉണ്ടോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് മൈദമാവ്. ഇനി കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട്, അതും കുറച്ച് മതിയാവും, ഒരു സ്പൂണൊക്കെ മതിയാവും. കോൺഫ്ലവർ ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആ മസാലയും നമ്മുടെ ഇട്ട മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ നമ്മുടെ കോൺഫ്ലവറും മൈദ എല്ലാം ചേർന്ന് നല്ല രീതിക്ക് മിക്സ് ആകാം. ഈ മിക്സ് ആവണ കൂട്ടത്തിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ തരിക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ മസാലയൊക്കെ മൈദമാവുമായിട്ടൊക്കെ നല്ല മിക്സായി കഴിഞ്ഞു. ഇതുപോലെ മിക്സ് ആയതിന് ശേഷം ഇനി കുറച്ച് വെള്ളം അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനൊരു സ്പൂൺ കൊണ്ട് തന്നെ നല്ല രീതിക്ക് കട്ട പിടിക്കാത്ത രൂപത്തിൽ, അതായത് ഇത് കട്ടയൊന്നും പിടിക്കാതെ ഉരുണ്ടൊന്നും കിടക്കാത്ത രൂപത്തിൽ നല്ല രീതിക്ക് ഇതുപോലെ മഷി പോലെ മിക്സ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു അളവ്. ഒരുപാട് ലൂസായി പോകരുത്. ഇതേ പരുവത്തിൽ എടുക്കുക. കണ്ടില്ലേ, ഇതേ പരുവത്തിൽ എടുക്കുക. നല്ല അടിപൊളിയായിട്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ചായക്കടിക്ക് വേണ്ടിയാണ് മുളക് ബജിയാണ്. നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണാം, ചായപ്പിടിയിലൊക്കെ കണ്ണാടിക്കൂട്ടിലൊക്കെ ഇരിക്കുന്നത് നമ്മളെ കണ്ട് ചിരിച്ച് മാടി വിളിക്കുന്ന നമ്മുടെ ആ മുളക് ബജിയില്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുളക് ബജി ഇത്തിരി നല്ല എരിവുള്ള ഐറ്റം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇതിനകത്തുനിന്ന് കുറച്ച് അതിൻ്റെ കുരുവൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞു, ചെറിയ കീറൽ കീറി അതിൻ്റെ കുരുവൊക്കെ തട്ടിക്കളഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എരിവാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ ഓരോ മുളകെടുത്തത് ഇതുപോലെ ഇതിനകത്തോട്ട് അങ്ങോട്ട് മുക്കി നല്ല രീതി ഒന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക് മുക്കണം. മുക്കി ഇതിനകത്ത് ഇറങ്ങി നല്ല രീതിക്ക് ഒന്ന് ഇതിലൊക്കെ പിടിച്ച് നല്ല സെറ്റായി കഴിയുമ്പം നമുക്കെടുത്ത് എണ്ണയിലോട്ടിടാം. അതിനുവേണ്ടി നമുക്ക് എണ്ണ വേണ്ടേ? അത് വേണമല്ലോ. അപ്പോൾ എന്നാൽ ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മുക്കി അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴല്ലേ മുക്കി ഇടാനും പറ്റും. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് നല്ല രീതിക്കൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണയിലിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൂടെ ഇതുപോലെ നിരത്തി അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക് അങ്ങോട്ട് മുക്കി ഇതുപോലെ 4 സൈഡും നല്ല രീതിക്ക് ഇറങ്ങണം. ഇതിനകത്ത് നമ്മൾ മുളക് കീറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനകത്തോട്ട് മാവ് കയറും. അപ്പോൾ എല്ലാം മാവെല്ലാം കയറ്റി സെറ്റാക്കി ഇതുപോലെ അങ്ങോട്ട് വറുത്തെടുക്കണം. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക, ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു ചായക്കടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 മുളകുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. മുളക് ബജി നമുക്ക് റെഡിയാക്കാം, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ചങ്ക് കഷ്ണങ്ങളെ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. നമുക്ക് നല്ല ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിനെ നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അടിച്ച് പൊളിക്കുതാണ്ട. ഞാൻ മാറ്റുന്നതിൽ ടിഷ്യൂ ഇട്ടിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിലാണ് ഇടുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ എണ്ണയൊക്കെ അങ്ങ് പിടിച്ചോളും പേപ്പറെ, അതിന് വേണ്ടിയാണ്.
നമ്മളെ ഈ ഐറ്റം ദാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയുള്ള സൂപ്പറായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുളക് ബജി. നമ്മുടെ മുളക് ബജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട് നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ.